63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരിയിൽ തുടക്കമാകുമ്പോൾ ഊട്ടുപുരയിൽ ഇത്തവണയും പഴയിടത്തിന്റെ രുചിപ്പെരുമ തന്നെ. കലോത്സവത്തിന് തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വന്നുചേരുന്നവരെ നിരാശപ്പെടുത്താതെ രുചിവൈവിധ്യങ്ങൾ തീർത്ത ഇപ്രാവശ്യവും കൂടെ തന്നെയുണ്ട് പഴയിടം മോഹനൻ നമ്പൂതിരി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കലോത്സവത്തിന്റെ കലവറകളിൽ കേൾക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേരു തന്നെയാണ് പഴയിടം. രുചിക്കൂട്ടിന്റെ മാന്ത്രികത കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ വ്യക്തി. സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിച്ചേരുന്നവർക്ക് മനസ്സറിഞ്ഞ് വയറു നിറയെ ഒരു സദ്യവട്ടം കൂടി ഇത്തവണ ആസ്വദിക്കാം. പ്രഭാത ഭക്ഷണമടക്കം ഒരു ദിവസം 35,000 പേർക്ക് ഭക്ഷണമൊരുക്കാനുള്ള രുചിയിടം സജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിനിടെ കല്ലുകടിയായി ഒരു വിവാദം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉയർന്നു വന്നിരുന്നു. അന്ന് ഭക്ഷണത്തിൽ നോൺ വെജ് കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം മുന്നോട്ട് വന്നതോടെ അത് വലിയ വിവാദമായി ആഞ്ഞടിച്ചു. പ്രശ്നം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വിഷയം ചർച്ചയുമായി. അന്നുണ്ടായ വിവാദത്തെ തുടർന്ന് കലാമേളയിൽ ഇനി ഭക്ഷണമൊരുക്കില്ലെന്ന് പഴയിടം പറഞ്ഞിരുന്നു. ഒടുവിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ശേഷം സർക്കാർ തന്നെ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന തീരുമാനവുമായി മുന്നോട്ട് വന്നു. അതോടെ ആളിക്കത്തിയ വിവാദം കെട്ടണഞ്ഞു. സർക്കാർ തീരുമാനമറിയിച്ചതോടെയാണ് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവ പാചകത്തിനുള്ള ടെൻഡറിൽ പഴയിടം വീണ്ടും പങ്കെടുത്തത്. കോട്ടയം ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് പഴയിടം ആദ്യമായി പങ്കാളിയായത്. തുടർന്ന് സംസ്ഥാന കലോത്സവങ്ങളടക്കം 50-ലധികം കലോത്സവങ്ങൾക്കും 2 ദേശീയ മീറ്റുകൾക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പാചകം എന്ന മേഖലയിൽ പഴയിടം വന്നിട്ട് 3 പതിറ്റാണ്ടിലധികമായെങ്കിലും തികച്ചും യാദൃശ്ചികമായി ഈ മേഖലയിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് ഇദ്ദേഹം. കോട്ടയം കുറിച്ചിത്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് നടത്തുന്ന നാമജപത്തിനായി എത്തിച്ചേരുന്ന ഭക്തർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ക്ഷേത്രത്തിലെ ശാന്തി നിർബന്ധിച്ചതിനെ തുടർന്ന് നടത്തിയ ശ്രമം. അതോടെ പഴയിടത്തിന്റെ ഭക്ഷണത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കൂടി. ഇതായിരുന്നു പാചകത്തിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ തുടക്കം. 2008 മുതൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നതും പതിവാണ്. കേരളം തൊട്ട് വിദേശ രാജ്യങ്ങളിൽ വരെ പഴയിടത്തിന്റെ ഭക്ഷണത്തിന് നിരവധി ആരാധകരുണ്ട്. ഇത്തവണത്തെ കലോത്സവത്തിന് വിദ്യാർത്ഥികളടക്കം എത്തിച്ചേരുന്ന അത്രയും ആളുകളെ വരവേൽക്കാൻ തിരുവനന്തപുരവും ഒപ്പം വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി പഴയിടവും തയ്യാറായി കഴിഞ്ഞു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം സംഭാവന ചെയ്ത പാചക വിഭവങ്ങൾ 12 BRCകളിൽ ശേഖരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചു കഴിഞ്ഞു. പുത്തരിക്കണ്ടത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ സ്നേഹത്തിന്റെ കയ്യൊപ്പിൽ രുചിയുടെ ഒരു കലവറ. അതും തനതായ സദ്യവട്ടങ്ങളോടെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 100 പേരുടെ സംഘമാണ് പാചകത്തിനുള്ളത്. കലവറ നിറയ്ക്കൽ വ്യാഴാഴ്ച നടന്നു. തലസ്ഥാനം ഇനി 5 നാൾ കലാതാളത്തിന്റെ ആരവത്തിന് വേദിയാകും.